നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ജീവിക്കുവാൻ ലക്ഷ്യമുണ്ട് എന്നതാണ്. ജീവിതത്തിന് അർത്ഥമില്ലെന്ന് ചിന്തിച്ചാൽ പിന്നെ ജീവിക്കുവാൻ കൊതിയുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവിക്കുവാൻ ഒരർത്ഥമുണ്ട്. അർത്ഥങ്ങളില്ലാതെ പോയാൽ പിന്നെ ഈ ജീവിതം പ്രയോജനരഹിതമാണ്. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ യഹൂദ മനഃശാസ്ത്രജ്ഞനുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തെ ഓഷ്വിറ്റ്സിലുള്ള ക്യാമ്പിലേക്ക് കൊണ്ടുപോകുവാനിടയായി. ആ ക്യാമ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അതുവരെ അദ്ദേഹം പഠിച്ച് തയ്യാറാക്കിയ ലോഗോതെറാപ്പിയുടെ പ്രസിദ്ധമായ മാനസ്ക്രിപ്റ്റ് പോലും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് എടുത്തുകൊണ്ടു പോകാനിടയായി. ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ ആത്മീക ശിശുവിനെ പോലും അവർ തട്ടിയെടുത്തു എന്നാണ്. ഓഷ്വിറ്റ്സിൽ എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞു മാറ്റി. ആ ക്യാമ്പിൽ അവർ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ വസ്ത്രമാണ് ധരിക്കുവാൻ കൊടുത്തത്. ആ വസ്ത്രം ധരിച്ച് തൻ്റെ കൈകൾ ആ വസ്ത്രത്തിൻ്റെ പോക്കറ്റിലിടുമ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിച്ചത് പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനാ വാചകമാണ്. അതിലിങ്ങനെ എഴുതി വച്ചിരുന്നു: നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. വിക്ടർ ഫ്രാങ്കിൾ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്. എൻ്റെ ആത്മിക ശിശുവിനെ മാത്രമല്ല, എൻ്റെ ശരീരത്തെ കൂടെ വല്ലാതെ ദണ്ണിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ജീവിക്കുവാൻ അർത്ഥമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാനാകുകയുള്ളൂ. ഓഷ്വിറ്റ്സിലെ ക്യാമ്പിൽ അദ്ദേഹം കിടക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം, കാഴ്ചപ്പാട് എല്ലാം മാറി. ജീവിക്കുവാൻ കാരണങ്ങളുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പിന്നീട് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്, എന്തുകൊണ്ട് ജീവിക്കണമെന്ന് തിരിച്ചറിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാണ്. നിസ്സാരമായ കാര്യങ്ങളുടെ മുമ്പിൽ മനസ്സ് പതറി ജീവിതത്തെ അവസാനിപ്പിക്കാനായി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും ഇനി ജീവിക്കണ്ട എന്നൊക്കെ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകാം. പക്ഷേ അറിയണം, ജീവിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങളെ ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. നിങ്ങളോട് സംഭാഷിക്കുവാൻ, നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങൾ ഒറ്റയല്ല. നിങ്ങളുടെ ജീവിതത്തിനൊരർത്ഥമുണ്ട്. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ അർത്ഥം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എങ്ങനെയും നിങ്ങൾ ജീവിക്കും. ജീവിതത്തെ നിസ്സാരമായി കാണരുത്. ജീവിതത്തെ വലിച്ചെറിയരുത്. നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനൊരർത്ഥമുണ്ട്. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ
ചേതോവികാരമായി മാറണം. അങ്ങനെ ജീവിക്കാൻ, ജീവിതത്തെ നേരിടുവാൻ, മറികടക്കുവാൻ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തണം. വിട്ടുകൊടുക്കരുത്, തളർന്നു പോകരുത്. ധൈര്യത്തോടെ, മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാതെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിനും ഒരർത്ഥമുണ്ട്.